മുംബൈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലുണ്ടായ അഭൂതപൂർവമായ ക്രമക്കേടുകൾക്കെതിരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. വോട്ടെടുപ്പിന്റെ സമയത്ത് നൂറുകണക്കിന് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ അപ്രത്യക്ഷമായി. സ്ലിപ്പുകളുമായി വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയപ്പോഴാണ് വോട്ട് ചെയ്യാനാവില്ലെന്ന് ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലായത്. അതോടെ വോട്ടെടുപ്പ് നടപടികൾ പൂർണ്ണമായും പ്രതിസന്ധിയിലാവുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്യുന്ന മുതിർന്ന പൗരന്മാർക്ക് പോലും ഇത്തവണ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുകൾ കണ്ടെത്താനായില്ല. താൻ കഴിഞ്ഞ 60 വർഷമായി വോട്ട് ചെയ്യുന്ന ആളാണെന്നും എന്നാൽ ഇത്രയധികം കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ക്രമീകരണം ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നതെന്നും ഒരു മുതിർന്ന വോട്ടർ രൂക്ഷമായി പ്രതികരിച്ചു. രാവിലെ 7:30 മുതൽ വോട്ട് ചെയ്യാൻ ക്യൂ നിന്നിട്ടും 2 മണിക്കൂർ കഴിഞ്ഞാണ് തനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതെന്നും കൃത്യമായ മറുപടി നൽകാൻ ബൂത്തുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനിടയിൽ BJP MP ഹേമ മാലിനി വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പോളിംഗ് ബൂത്തിന് പുറത്ത് അരങ്ങേറിയത്. വോട്ട് ചെയ്യാനാകാതെ മടങ്ങുന്ന വോട്ടർമാർ ഹേമ മാലിനിയെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും ഉദ്യോഗസ്ഥരുടെ വിവേചനത്തിനെതിരെ അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം ക്യൂ നിന്ന സാധാരണക്കാരെ മാറ്റി നിർത്തി ഹേമ മാലിനിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം കമ്മീഷൻ ഉണ്ടാക്കിക്കൊടുത്തിരുന്നു. സെലിബ്രിറ്റികൾക്കും VIP-കൾക്കും പ്രത്യേക പരിഗണന നൽകി വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുമ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാധാരണക്കാരുടെ പ്രയാസങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചാണ് ജനങ്ങൾ ബൂത്തിന് പുറത്ത് ഹേമ മാലിനിയെ തടഞ്ഞു നിർത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. എന്നാൽ പ്രതിഷേധിച്ച വോട്ടർമാരോട് ക്ഷുഭിതയായി മിണ്ടാതിരിക്കാൻ ഹേമ മാലിനി ആവശ്യപ്പെടുകയായിരുന്നു. Last, I am trying for voting since 7:30 and 9:30 I voted. Okay, I will tell Nobody is answerable. Nobody is accountable. Even local worker is not there. बाद में नहीं है, सही है. देखो हमको इधर जो भी है ना इसको थोड़ा उधर साइड में जाइए ना. हमारे BJP को वोट कर जाएंगे. सुनता नहीं है ना ये लोग. Okay, just keep quiet. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വെറും ഒരു സാങ്കേതിക പിഴവല്ലെന്നും മറിച്ച് വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ആസൂത്രിതമായ തന്ത്രമാണെന്നും വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയവർ കുറ്റപ്പെടുത്തി. തങ്ങളുടെ വോട്ടർ ID കൈവശമുണ്ടായിട്ടും വെബ്സൈറ്റിലും ആപ്പിലും തങ്ങൾക്ക് ലഭിച്ച സീരിയൽ നമ്പർ പ്രകാരം ബൂത്തിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയുടെ പേരോ ലിംഗവ്യത്യാസമോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 വർഷമായി ഒരേ പ്രദേശത്ത് താമസിക്കുന്ന കൃതി കാനക്കിയ എന്ന വോട്ടർക്ക് തന്റെ പേര് കണ്ടെത്താനായി 1 മണിക്കൂറിലധികം പല ബൂത്തുകളിൽ കയറിയിറങ്ങിയിട്ടും വോട്ട് ചെയ്യാനാവാതെ മടങ്ങേണ്ടി വന്നിരുന്നു. ഓരോ ബൂത്തിൽ നിന്നും മറ്റൊരു ബൂത്തിലേക്ക് അധികൃതർ തങ്ങളെ പന്ത് തട്ടുകയാണെന്നും കൃത്യമായ സഹായം നൽകാൻ ആരുമില്ലെന്നും വോട്ടർമാർ ആവർത്തിച്ചു പറയുന്നു. പല സ്ഥലങ്ങളിലും കുടുംബാംഗങ്ങളുടെ വോട്ടുകൾ പല ബൂത്തുകളിലായി വിഭജിക്കപ്പെട്ടതും വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ സാഹചര്യത്തിൽ ഉയർന്നത്. കമ്മീഷൻ ബോധപൂർവം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം. മുംബൈ നഗരത്തിന്റെ പൗരാവകാശങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലും സ്വാധീനിക്കാനിടയുണ്ട്. BMCയുടെ വമ്പിച്ച ബജറ്റ് സ്വന്തമാക്കാൻ ഭരണകക്ഷി നടത്തുന്ന നീക്കമാണിതെന്ന രാഷ്ട്രീയ ആരോപണവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് എന്ത് മറുപടി നൽകുമെന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്.